ഇവിടെ കാലഭൈരവൻ്റെ അടുക്ക് എത്തി. ഭയങ്കര തിരക്കാണ് രാത്രിയായിട്ട്. രാത്രിയല്ല, രാവിലെ 1 മണി ആയി. പക്ഷെ ഭയങ്കര ആളുണ്ട്, ലൈനുണ്ട്, വെയിറ്റിങ്ങിലാ. ഇപ്പം തന്നെ ദർശനത്തിന് പോയിന്ന് കാശി വിശ്വനാഥ്. അതുകൊണ്ട് കാലഭൈരവനെ കണ്ടിട്ട് പോകണമല്ലോ, അതുകൊണ്ട് ഇവിടെ വന്നതാണ്. ഭയങ്കരമായ യാത്രയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ അയോധ്യയിൽ പോയി, അത് കഴിഞ്ഞ് ഹനുമാൻ മന്ദിർ അയോധ്യ. ഭഗവാന്റെ തിരുസന്നിധിയിലാണ് ഉള്ളത്. കാശി വിശ്വനാഥൻ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭയങ്കര തിരക്കാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. ആളുകൾ ഓൾറെഡി ലൈനായി. ഇവിടെ വന്നിട്ട് സമയം ഇപ്പോൾ 1:47. ഭയങ്കര ലൈനാണ്, 1.5 ലൈൻ, ഒന്നും പറയാനില്ല. ഇപ്പം തന്നെ ഫുള്ള് ലൈനായി. നോക്ക് ഇത്ര ലൈന്. അപ്പോൾ രാവിലെ 4 മണിയാവും ദർശനത്തിന്. ഇപ്പോഴേ ലൈനാൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അയോധ്യ കഴിഞ്ഞ് നേരെ ഇവിടെയാണ് വന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗയയിൽ പോയി, ഗയയിൽ നിന്ന് നേരെ ഇവിടെ വന്ന് അയോധ്യ, ഗയ, കാശി. ഇനി ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് കുംഭ, അടുത്ത കുംഭയിലേക്ക് ഒരു പോക്കാം. ഇവിടുന്ന് പ്രയാഗ്രാജ്. അങ്ങനെയുള്ള പരിപാടികൾ. കാശി വിശ്വനാഥ് ധാം, കാശി വിശ്വനാഥ് ധാം, വൺ ഓഫ് ദ ബെസ്റ്റ്. ദർശനം കഴിഞ്ഞ് കാശി വിശ്വനാഥ് ധാം ഗംഭീര ദർശനമായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പിയായി. എല്ലാവരും ഇപ്പം ടൈം വന്നിട്ട് മോർണിംഗ് ഇവിടുത്തെ ടൈം now 5:40. 5:40 ക്രൗഡാണ്. 5:40 ക്രൗഡാണ്, ഫുള്ള് ക്രൗഡാണ് 5:40. ശ്രീ കാശി വിശ്വനാഥ് ധാം നോക്കട്ടെ. നല്ല ക്രൗഡിൻ്റെ കളിയാണ്, ഭയങ്കര ക്രൗഡ്. എല്ലാവരും ഉണ്ട്. നമ്മളെ പ്രഭുജി എത്തിയിട്ടുണ്ട്, ഹരകൃഷ്ണ പ്രഭുജി. നമ്മളെ ഷോപ്പ് ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്ത ഷോപ്പുണ്ട്, കാശി വിശ്വനാഥ് ധാമിൻ്റെ മുന്നേ തന്നെ. ഇത് ബൈ ഹായ് बोलना. ഓക്കെ നൈസ്. ഭയ്യ നമസ്തേ. ഇവിടെ ഇരുന്നത് കുറേ സമയം ഇരുന്നത് ഭയങ്കര രസമായിരുന്നു. നല്ല രസമായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഉച്ചയായി, 4ാമത്തെ ദിവസം. എല്ലാ കാശിയിൽ അമ്പലത്തിൽ പോകേണ്ടവരുടെ ഗംഗയിലും ഗംഗാദീപെല്ലാം കാണാൻ, ആരതിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടവരുടെ ഫുള്ള് പുതിയ ഡ്രസ് കോഡലായിട്ടുള്ള എല്ലാവരും ഒരേമാതിരി ഡ്രസ്സ്. ഈ ഹോട്ടലിൽ നമ്മൾ നിൽക്കുന്നത് ക്ലിക്ക് കളക്ഷൻസ്. ഇത് കാശി അമ്പലത്തിൽ നിന്ന് കുറച്ച് വരാനുണ്ട്, ഇങ്ങോട്ട് കുറച്ച് ദൂരെ ഔട്ടറാ, ഉള്ളിലുള്ള. എല്ലാം റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ലേറ്റായി, ടയർഡായി പോയി. ഇന്നലെ ലേറ്റായി വന്നിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് ആദ്യം പോന്നു, ആരതിക്ക്, ഗംഗാരതിക്കാണ് പോകുന്നു. അപ്പോൾ ശരി. ഇത് വന്നിട്ട് രവിദാസ് പാർക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് രവിദാസ് പാർക്കിൽ. ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് പോവാം. ഫുള്ള് ഇതൊരു വേറെ തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് ബോട്ടിൽ കയറും. ബോട്ട് കയറിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇനി ബോട്ടിലൂട്ടിയാണ് പോവാം. ഗംഗാരതിയും കാണാൻ പോകും കുറച്ച് കഴിഞ്ഞിട്ട്. നല്ല ഒരു ഗുഡ് വൈബാണ്, നല്ല ഒരു എനർജി ഉള്ള സ്ഥലം. കുറേ ആൾക്കാരുണ്ട്, പല കുംഭമേളയുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, കാശിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാശി ദീപാരാധന ആരതി കണ്ടിട്ട് അവിടുന്ന് എല്ലാവരും കൂടിയിട്ട് മടങ്ങും. അപ്പോൾ ഇന്ന് രാത്രി വരെ ഇവിടെ ഫുള്ള് എല്ലാ സ്ഥലങ്ങളിലും പരമാവധി കവർ ചെയ്യണം. കാലഭൈരവ സ്വാമീനോട് പോകണം. പിന്നെ അതുകൂടാണ്ട് മണികർണിക, പിന്നെ അന്നപൂർണേശ്വരി. ഭയങ്കര കഥകൾ എന്ന് പറഞ്ഞാൽ പല പുരാതന കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോൾ. അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായാൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഏകദേശം ഒരു
എനിക്ക് തോന്നുന്നൊരു 1 മണി 2 മണിയാകുമ്പോൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ വിടും വണ്ടി വിട്ട് നേരെ കുംഭമേളയിലേക്ക് കുംഭയിലേക്ക് കൊണ്ടുവരും. ഇന്നെല്ലാവരും നല്ല മുണ്ടലെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. കേരള ഡ്രസ്സാ. പിന്നെ അപ്പോൾ ഇവിടുന്ന് നേരെ കുംഭമേളയിലേക്ക് പോയിരുന്നു. രാത്രി തന്നെ കിടന്നിറങ്ങും. രാത്രി കിടന്നിറങ്ങിയിട്ട് നേരെ കുംഭമേളയിലേക്ക്. അവിടെ 7 മണീൻ്റെ മുന്നേ കയറണം, അല്ലെങ്കിൽ ടെൻറ്റിലെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ടെൻറ്റ് അവിടെ ഹരികൃഷ്ണൻ്റെ ടെൻറ്റാണ്. അപ്പോൾ അവിടെ 7 മണിക്ക് മുന്നേ പോയി കഴിഞ്ഞാൽ വണ്ടി അങ്ങത്തോളെത്തും. അമ്മയുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നടന്നു പോകാനിരിക്കും. അമ്മയുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടേക്ക് വണ്ടി കയറ്റില്ല. അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞാൽ രാവിലെ 7 മണി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇങ്ങ് വെച്ചിട്ട് നടന്നിട്ട് പോകേണ്ടി വരും, ബാഗെല്ലാം ആയിട്ട്. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രാത്രി തന്നെ പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ 3-4 മണിക്കൂറുണ്ട് അവിടെ എത്തും. 3-4 മണിക്കൂറുണ്ട്. മെല്ലെ പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ റെസ്റ്റ് ചെയ്ത് അങ്ങനെ പരിപാടികളുള്ളൂ. എന്തായാലും ഗംഭീരം പരിപാടി. എത്തിയിടത്തോളം ഇന്നലെ നല്ല ദർശനം കഴിഞ്ഞ് കാശി രാവിലെ ഭഗവാന്റെ എടുക്കാം, മഹാദേവൻ എടുക്കാം, സർവേശ്വരൻ. അപ്പോൾ എല്ലാം ഗംഭീരമായി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യാം. പിന്നെ ബൈ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഫ്ലാഗെല്ലായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്ലാഗെല്ലാം സെറ്റാക്കുന്നുണ്ട്. ഗംഭീര പരിപാടിയാണ്. പിന്നെ ബോട്ട് ട്രിപ്പ് പരമാവധി കവറാവും ഇതുവഴി. എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്. ഫ്ലാഗ് റെഡി ആകുന്നുണ്ട്. ചൗക്കി ഘാട്ട്, ഗോയിങ് ടു ചൗക്കി ഘാട്ട്. അടിപൊളിയല്ലേ? ചന്ദ്രനിൽ പോകാ. അമ്മ ചന്ദ്രനിൽ പോകുന്ന പറഞ്ഞ അടിപൊളിയല്ലേ? വന്നിട്ട് ഗംഗാരതി, നമ്മളെ ഗംഗയിലാണ് ഉള്ളത്. കാശി എല്ലാവരും ഉണ്ട് ഇവിടെ. ഗംഗാരതി ദൂരത്തുനിന്നാണ് കാണുന്നത്. ഇപ്പോൾ അടുത്ത് പോകും കുറച്ച് കഴിഞ്ഞിട്ട്. ഗംഗാരതി കാണാൻ ലൈറ്റ് കുറച്ച് ദൂരെയാണ് ഉള്ളത്, അതുകൊണ്ടാണ് കാണാത്തത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കാണുന്നുണ്ട്. ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. ആൾക്കാരെല്ലാം ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗംഗാരതി ഗംഭീരമായിട്ട് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകും നമ്മൾ. ഇപ്പം ബോട്ടിൽ നിന്നെല്ലാം നിർത്തി ഗംഗാരതി ഘാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗംഭീരമായിട്ട് ഗംഗയിൽ ദീപം കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഇടുന്ന് നേരം മടങ്ങിയിട്ട് ഭയങ്കര ക്രൗഡാ, നല്ല രസമുണ്ട്. ഈസി ക്രൗഡ്, കുറേ ആൾ ഗംഗയെല്ലാം മുങ്ങി എല്ലാവരും ഉണ്ട് ഇവിടെ ഇറങ്ങുന്ന ഇടുന്ന ഗംഗയാണ്. ഗംഗയിൽ ആരതിയെല്ലാം കഴിഞ്ഞ് ഗംഭീരമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വണ്ടിയിലാണ് ഉള്ളത്, ബോട്ടിലാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നു. മണികർണികൻ്റെ മുന്നിലാണ് ഉള്ളത്. മണികർണിക ഇവിടെയുള്ള മണികർണിക ഇവിടെ ബോഡി ഇങ്ങനെ ഇതായി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഉള്ളത്. भाई मणिकर्णिका इधर कितना बड़े आएगा? ये घाट का नाम है मणिकर्णिका घाट। यहाँ पर शंकर जी और पार्वती जी यहाँ स्नान किए थे। तो शंकर जी का मणि गिर जाता है और पार्वती जी का कड़ा। यहाँ पर खोजते खोजते यहाँ पर उनको बहुत ज़्यादा समय लग जाता है और जलती धूप में वो शंकर जी का मणि और पार्वती जी का कुंडल यहाँ पर गिरा था। खोजते खोजते लेट हो गया था, इसीलिए वो भी गुस्से में आकर कि यहाँ का चिता कभी हमेशा जलता ही रहेगा, इसलिए यहाँ पर 24 घंटा डेड बॉडी जलता है। 24 घंटा 24 घंटा, एक जाएगा एक आएगा। एक दिन में कितना आता होगा कम से कम? एक दिन में से 400 से 500 आता है डेड बॉडी। 400-500। यहाँ पर 24 घंटा डेड बॉडी चलता है। आगे देख सकते हैं डेड बॉडी चल रहा है। सो आदमी मरता है, आदमी जीता है ना, ऐसा? आदमी का मृत्यु हो तो यहाँ पर ले आकर जलाते हैं। यहाँ पर मोक्ष प्राप्ति होती है इसी घाट पे। फिर उसके बाद में कुछ भी करने का नहीं है ना? बलि कर्म कुछ भी करने का नहीं, एक बार इधर चलाएगा बस। हाँ, एक बार चलाकर घर पे जाएंगे, वही थोड़ा जो संस्कार पिंड दान करेंगे बस, उसके बाद कुछ नहीं करने का। मुक्ति मिलता है? मुक्ति मिल जाएगा। ओके। अच्छा, ये भाई हमारा बोट का भाई बोट का नाम क्या है? एबी हंसा। भाई का नाम क्या है जी? गगन सिंह जी है। हम लोग को लेके गया गंगा में, अभी इधर मणिकर्णिका के पास और दूसरे घाट में लेके गया। हम लोग इधर ऐसा दोस्त लोग सब बैठता है। देखो इधर ये 13 degree tilted, more tilted than the leaning tower of Pisa. Oh, beautiful, And it is built like that. From there it will be visible. This one, huh? Tilted temple, Hilton temple. Shiva temple. Now it is entry is not allowed because water is already covered. So Ganga is doing the aarti now. Earlier Aarti was doing from here, huh? Every time now, whenever water goes down, aarti is done once again. So puja is happening here Kashi inside. Parvat temple. Puja is happening here. Puja is happening around 2 months in a year Oh, when the water level goes down. oh. വെള്ളത്തിൻ്റെ ലെവൽ താഴോട്ട് പോകുമ്പോൾ അവിടെ പൂജ നടക്കും. ഇല്ലെങ്കിൽ സമയത്ത് പൂജയില്ല, കാരണം വെള്ളമുണ്ട്. ഗംഗയാണ് പിന്നെ ആർത്തി നടത്തുന്നത്, അതായത് ഗംഗാജലം തന്നാലെ തന്നെ ശിവലിംഗത്തിൽ വീഴും. ഓ നൈസ്. മണികർണിക കാട്ടിലേക്ക് പോകുന്നേ. ഇതെല്ലാം പണ്ടേയുള്ള അമ്പലങ്ങളാണ്. ഗംഗയിൽ കാശി ഗംഗ നോക്കി. ഇത് കംപ്ലീറ്റ് ശ്മശാനം. കൂടുതൽ ഇവിടെയാണ് ചെയ്യുന്നത്, മരങ്ങളും കാര്യങ്ങളും കണ്ട്. Ganga water comes here, everything gets filled. So final burning happens on the top terrace. There is more burning happens there. There also body. ഇവിടെ കംപ്ലീറ്റ് ബോഡി ചെയ്യുന്നത്. കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, അമ്പലങ്ങളിൽ പോകണം. ഇതെല്ലാം കത്തുന്ന ഇഷ്ടംപോലെ. ഒരു ദിവസം 100, 200, 300, 400 ബോഡികൾ ഇവിടെ ഉണ്ടാവും. നോക്കണം സംഭവം. ഇതിൻ്റെ മുകളിലുണ്ട്. ഇവിടെ ഗംഗയിൽ വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ മുകളിലാണ് ചെയ്യാം. അപ്പോൾ താഴെയും മുകളിൽ ഇതെല്ലാം ഫുഡുകൾ. അത്രയും വലിയ സംഭവങ്ങളാണ്. മണികർണികയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ബലികർപ്പിക്കൽ കാര്യങ്ങൾ ഒന്നുമില്ല. കുറച്ച് അന്നദാനം മാത്രം ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള ആൾക്കാർ. അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം. ഇഷ്ടംപോലെയുണ്ട്. എല്ലാവരും ഉണ്ട്. ഇതാ ഇങ്ങനെ. നായി. ഹലോ. ഫുള്ള് സ്ഥലങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇതിന് മേലെ. ഉണ്ടാ ഇവർ ഏറ്റെടുത്തിട്ടാണ് ഉള്ളത്.
ഓക്കെ അല്ലേ? എല്ലാവരും പോരെ. എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സ്ഥലങ്ങൾ എല്ലടിക്കും നോക്കുന്ന സമയങ്ങളിൽ ചെറിയ ചെറിയ എല്ലടിക്കും വിളക്കുണ്ടാവും. അപ്പുറം ഇപ്പുറം എല്ലടിക്കും. ഓരോ വീട് നമുക്ക് ചെറിയ ചെറിയ അമ്പലങ്ങൾ, പല മൂർത്തികൾ, അങ്ങനെയുള്ളൊരു ശക്തി കേന്ദ്രം. പണ്ട് കാടായിരുന്നു എന്ന് പറയുന്നത്, ഭയങ്കര കാട്, കൊടുങ്കാട്. ഏറ്റവും കൂടുതൽ പാർവതിക്ക് ഇഷ്ടമുള്ള സ്ഥലം കാശി. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു പോലെ കാശി. അത്രയും ഭംഗിയായ സ്ഥലമായിരുന്നു. ചെറിയ ചെറിയ ഇടക്കിടക്ക് സ്ഥലങ്ങളാണ്, ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. നല്ല ആളുകളാണ്. കുംഭമേള പിന്നെ ഇന്ന് 26 റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇഷ്ടംമാതിരി ആളാണ്. ചെറിയ ആളല്ല, ഭയങ്കര ആളാണ്. അമ്മയുണ്ട്, അമ്മ ഫുള്ള് നോക്കി അങ്ങനെ പോകുന്നു. കാശിന്ന് വരുന്ന സമയത്തുള്ള ഇടവഴികൾ നല്ല ചെറിയ ഇടകളാണ്. കമ്പിളി ചെറിയ ചെറിയ ഇടകൾ, കുട്ടിയുടെ ഇടവഴികൾ. നല്ല തിരക്കാ. ഭയങ്കര ക്രൗഡാണ്. റോഡെല്ലാം ഫുള്ള് തിരക്ക്. ജനങ്ങളെല്ലാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ജനുവരി 26 റിപ്പബ്ലിക് ഡേയും എല്ലാം കൊണ്ടും തിരക്കിൻ്റെ മേളയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഡീസൻറ്റ്, ഒരു സേഫായിട്ടുള്ള തിരക്കാണ്. ഒന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. നല്ല സേഫായിട്ട് മൂവായി പോകുന്നുണ്ട്. ക്രൗഡ് അങ്ങനെ സ്റ്റക്കാകുന്നതില്ല. പിന്നെ സെക്യൂരിറ്റി, പോലീസ് എല്ലാം ഭയങ്കര, ഹോസ്പിറ്റാലിറ്റി ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാം കൊണ്ടും പരമാവധി ഗവൺമെൻറ് സപ്പോർട്ട് വരുന്ന ഭക്തന്മാർക്ക് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗംഭീരം. സ്വീറ്റ്സാ എടുത്ത സ്പെഷ്യൽ സ്വീറ്റ്സാ ഇവിടുത്തെ നല്ല സ്വീറ്റ്സാ. മക്ക സ്വീറ്റ്സ് നല്ലുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ രാത്രി ഇന്ന് തന്നെ പോവും. പ്രയാഗിൽ കുംഭ. ഓക്കെ, അമ്പലത്തിൻ്റെ അടുത്തുള്ള കാലഭൈരവൻ അമ്പലത്തിൻ്റെ അടുത്ത് നോക്കട്ടെ എന്താ സ്റ്റൈൽ ആൻഡ് സാധനങ്ങളുണ്ടാകും. ഷോപ്പിൻ്റെ അടുത്തുള്ള സാധനങ്ങളാണ്. നല്ല ദൃഷ്ടിദോഷത്തിനും കുറേ ഭഗവാന്മാർ മൂർത്തികൾ. നോക്കട്ടെ എന്താ പറഞ്ഞത്. അമ്മയിരുന്നു നല്ലുണ്ട് കാണാൻ ഷോപ്പ്. അമ്മയുടെ ഇരുന്നിട്ടുണ്ട്. നോക്കട്ടെ. എല്ലാം കഴിഞ്ഞ് എല്ലാം ഭക്ഷണം കഴിക്കേണ്ട പരിപാടികളിലേക്ക് പോകുന്നു. എല്ലാവരും ടയർഡായി. ഇനി ഭക്ഷണം എടുത്ത് കഴിക്കണം. അങ്ങനെയുള്ള യാത്രകളിലേക്കാണ് ഉള്ളത്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന യാത്രകൾ. അമ്മ റെഡിയല്ലേ അമ്മ? അമ്മ ഇങ്ങനെ വരുന്നുണ്ട്. ഇത്ര നടക്കുന്നല്ലേ അമ്മ? കുറേ കാലത്തിന് ശേഷം ഓക്കെ അല്ലേ? ഇപ്പോൾ കുംഭമേള തകർക്കൂലേ? തകർക്കൂലേ? ഒന്നും പ്രശ്നം. അമ്മ റെഡി ആയിട്ടുള്ള കുംഭമേളക്കും ഒന്നും വിഷയമല്ല. രണ്ടും കൽപ്പിച്ചുള്ള 12 മണിക്കൂർ നടക്കണം എന്ന് പറയുന്നുണ്ട് വണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ ടെൻറ്റിലേക്ക്. പിന്നെ അവിടുന്ന് സ്നാനം ചെയ്യുക. അതിൽ കൂടുതൽ 29-ാം തീയതി 6 ലക്ഷം ആൾക്കാരെ പോലും പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പം നോക്കാം എങ്ങനെ എത്തും, എവിടെ എത്തുന്നു. എല്ലാവരും പരീക്ഷണമല്ലേ, വഴിയെ പാതയെ അറിയാം. ബൈ.